എല്ലാവർക്കും ഈ ആരാധന സംഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് എൽദായുടെ ഗീതങ്ങളാണ്. ജനന പെരുന്നാളിൻ്റെ പ്രത്യേക പാട്ടുകൾ. നമ്മുടെ സാധാരണ സന്ധ്യാ നമസ്കാരത്തിന് ഉപയോഗിക്കുന്നത് സാധാരണയായി കുർബാന ക്രമത്തിലുള്ള സന്ധ്യാ നമസ്കാരമായിരിക്കും. എന്നാൽ പെരുന്നാളിന് ഉപയോഗിക്കുന്നതായ പ്രത്യേകമായിരിക്കുന്ന ആരാധനാ ഗീതങ്ങൾ അത് ഉൾക്കൊള്ളുന്നതായ സമഗ്രമായ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേരാണ് പെങ്കീസ ക്രമം എന്ന് പറയും. പ്രാർത്ഥനകളും ഗീതങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പെരുന്നാളുകളിലെ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. പുസ്തകമായിട്ട് 4 വാല്യങ്ങളുള്ള പുസ്തകമായിട്ട് പാമ്പാക്കുട കോനാട്ട് എബ്രഹാം മൽപ്പാനച്ചൻ അത് പ്രിൻ്റ് ചെയ്ത പുസ്തകം നമുക്ക് അവൈലബിളാണ്. ഈ പെങ്കീസ നമസ്കാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള പ്രത്യേകമായിരിക്കുന്ന ഗീതങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പിതാക്കന്മാർ രചിച്ചു വെച്ചിട്ടുള്ള അനുഗ്രഹീതമായ ഗീതങ്ങൾ പ്രത്യേകാൽ ജനന പെരുന്നാളിൻ്റെ പാട്ടുകളെ ഒന്ന് അപഗ്രഥനം ചെയ്യുമ്പോൾ ഏറ്റവും അഗാധമായിരിക്കുന്ന ക്രിസ്തുശാസ്ത്രം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള ആശയങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വന്നത്. യേശുതമ്പുരാൻ്റെ ജനനം എപ്രകാരമായിരുന്നു, കന്യാവ്രത മുദ്രയ്ക്ക് കേടുവരാതെയുള്ളതായ ജനനം എന്ന് പറയുമ്പോൾ ഒരു മാനുഷിക സംസർഗത്തിലുള്ള ജനനമല്ല, ദൈവം അവതാരം ചെയ്യുന്നു എന്നുള്ളതാണ് പിതാക്കന്മാർ ഫോഴ്സ് ചെയ്യുന്നത്. എവിടെ ജനിച്ചു എന്നുള്ളതിന് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതെല്ലാം പുൽക്കൂട്ടിൽ എന്നുള്ള ഒരു പ്രയോഗമാണ്. എന്നാൽ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ആരാധനാക്രമത്തിൽ കിടക്കുന്നതാണ് ബേത്ലഹേമിലെ ഗുഹയിലാണ് ജനിച്ചത് എന്നുള്ളത്. ഈ ഗുഹ ഇന്നും യെരുശലേമിലുണ്ട്. അപ്പോൾ പുൽക്കൂട് എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ബേത്ലഹേമിലെ ഗുഹയിൽ ജനിച്ച ആ സാധാരണക്കാരനായ ശിശു ലോകത്തിൻ്റെ രാജാവാണ്, സൃഷ്ടാവാണെന്നുള്ള ഒരു ആശയമാണ് ഇവിടെ പിതാക്കന്മാർ പറയുന്നത്. ഓരോ ഗീതങ്ങളിലും ഉള്ളതായ ക്രിസ്തുശാസ്ത്രം അത് നന്നായിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 7 യാമങ്ങളിലെയും പ്രാർത്ഥനകൾ അതുപോലെ ഗീതങ്ങൾ ഇതിനകത്തുണ്ട്.